ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ജോഷുമോൻ 8 മണിയായപ്പോഴത്തേക്ക് കുളിച്ച് കഴിഞ്ഞ് സുന്ദരക്കുട്ടനായിട്ട് സ്കൂളിൽ പോകാണ് കേട്ടോ. ഇന്ന് അവൻ്റെ KGയുടെ ഗ്രാജുവേഷൻ ഡേ ആണ്. അപ്പം നമ്മുടെ ജോഷുമോൻ ഇനി UKGന്ന് 1ാം ക്ലാസ്സിലോട്ട് പോകാണ്ട് വലിയ കുട്ടിയായി കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. 9 മണിക്കായിരുന്നു പ്രോഗ്രാം. സ്കൂളിൽ 8 മണിക്ക് അവർക്ക് ചെല്ലണം എന്നുണ്ടായതുകൊണ്ട് അവനെ ഞാൻ നേരത്തെ പറഞ്ഞു വിട്ടതിന് ശേഷം ഞാനിങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടൊന്ന് ഷോ ഓഫ് ചെയ്ത് പുതിയ ഡ്രസ്സാണ് കേട്ടോ. ഞാൻ ഇൻസ്റ്റൽ പേജിൽ നിന്ന് ആദ്യമായിട്ട് വാങ്ങിച്ചൊരു ഡ്രസ്സാണ്. നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. 470 രൂപയുള്ള കേട്ടോ. പോക്കറ്റും നല്ല കോളറൊക്കെ ഉള്ള ഡ്രസ്സാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കോളറുള്ള ഡ്രസ്സ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഷോ ഓഫ് ഒക്കെ നടത്തിയിട്ട് ഞാനും പോവാണ്. അപ്പോൾ ഹസ്ബൻഡ് എന്നെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. ജംഗ്ഷൻ വരെ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഹസ്ബൻഡിന് ജോലിക്ക് പോകണം. അപ്പോൾ അതൊക്കെ പൂട്ടി ഇറങ്ങി. അപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെ ഞാനിങ്ങനെ പോവാണ്. ഇനി ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് ഹസ്ബൻഡ് ജോലിക്ക് പോകും, ഞാൻ ബസ്സിൽ വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ രാവിലെ സ്റ്റെപ്പൊക്കെ കയറി നമ്മുടെ ഹൈവേയുടെ സൈഡിലെത്തി. ഇവിടാണ് ബസ് വരുന്നത് കേട്ടോ. KSRTCക്കാണ് പോകുന്നത്. അങ്ങോട്ട് പ്രൈവറ്റ് ബസ്സില്ല. കലൈപുരത്തു നിന്നാണ് കേട്ടോ സ്കൂള്. മാറിവാനിയോസ് ബദനി സ്കൂളിലാണ് അവൻ പഠിക്കുന്നത്. അപ്പം ബസ് കയറാൻ വേണ്ടി നിൽക്കുക. കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു, കാരണം സൂപ്പർ ഫാസ്റ്റ് ഒക്കെ പോയെങ്കിലും ഞാൻ കയറിയില്ല. ഫാസ്റ്റ് അവിടെ നിർത്തുമോ ഇല്ലെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായതുകൊണ്ട് ഞാൻ ലോക്കൽ ബസ്സിലാണ് കേട്ടോ പോയത്. അങ്ങനെ ബസ്സിൽ കയറി. പക്ഷേ എനിക്കൊന്ന് സാറ്റർഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അവിടെ ഇവിടെ സീറ്റിലായിട്ട് 3-4 പേരെ ഉള്ളായിരുന്നു. എനിക്കൊന്ന് സ്കൂൾ പിള്ളേരൊക്കെയാണല്ലോ പൊതുവെ ഈ ലോക്കൽ, മറ്റേ എല്ലാവരും സൂപ്പർ ഫാസ്റ്റിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ നമ്മുടെ പാലത്തിൻ്റെ അതിലേക്കൂടെ, അതിനകത്ത് പാലമാണ് കേട്ടോ ഇത് കല്ലടയാറാണ്. അപ്പം അതൊക്കെ ക്രോസ് ചെയ്താണ് നമ്മുടെ വണ്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ നല്ല വെയിലൊക്കെ കിട്ടുന്നിടത്ത് വൈറ്റമിൻ D കിട്ടട്ടെന്ന് വിചാരിച്ച് അങ്ങനെ വെയിലുള്ളിടത്തൊക്കെ ഇരുന്ന് കേട്ടോ. അപ്പം ഇങ്ങനെ കുറച്ച് നടക്കാനുണ്ട്. ബസ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് അങ്ങോട്ട് നടന്നെത്തുമ്പോഴത്തേക്ക് നമ്മുടെ ജോഷു മോൻ്റെ സ്കൂളെത്തി. മാറിവാനീസ് ബദനി സ്കൂൾ. അങ്ങനെ നമ്മൾ പിന്നെ ഇവിടുന്ന് കുറേ അങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ. നടക്കുന്ന കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ ഇതാണ് ജോഷു മോൻ്റെ സ്കൂള്. ഫ്രണ്ടിലൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, കിൻഡർ ഗാർഡൻ ഗ്രാജുവേഷൻ്റെ. അതെന്തായാലും അതൊക്കെ പാസ് ചെയ്ത് നമ്മളിങ്ങനെ പോകും. ഞാൻ ഒരുപാട് വീഡിയോ എടുത്തത് അങ്ങ് ലെങ്തി വീഡിയോ ആയി പോകുന്നു. ഞാൻ കട്ട് ചെയ്തായിട്ടോ എടുക്കുന്നത്. അപ്പം നമ്മൾ ഇതാണ്ട് സ്കൂളിലോട്ട് പോകും. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കേട്ടോ ഈ സ്കൂളിൽ. ഒരുപാട് മരങ്ങളും ചെടികളും ഒക്കെ ആയിട്ട് ഭയങ്കര പ്രകൃതി ഭംഗിയുള്ള ഒരു സ്കൂളാണ് കേട്ടോ ഇത്. അപ്പം നമ്മൾ ദാണ്ട് എത്തിയിരിക്കുന്നു. ഞാൻ വിചാരിച്ച ആരും കാണത്തില്ലെന്ന്, പക്ഷേ എല്ലാവരും ആദ്യം ഒന്ന് ഫുള്ളായി. ഇനി ബാക്ക് വരെ ആളായി. ഞാൻ ഇവിടെ ഇരിക്കും, എനിക്ക് കൺഫ്യൂഷൻ ആയിപ്പോയി. ദൈവമേ, കുഞ്ഞിൻ്റെ ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരുന്നപ്പോഴാണ് ഒരു വലിയ ദൂരമല്ലാത്ത രീതിയിലൊരു സീറ്റ് കിട്ടി കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മുടെ കുഞ്ഞുമണികളൊക്കെ ഇതേണ്ട ഗൗണും ക്യാപ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. അവരുടെ നടത്ത കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അപ്പം നമ്മുടെ UKGയിലെ പിള്ളേരെല്ലാം തന്നെ നല്ല രീതിയിൽ വെൽ ഡ്രസ്ഡ് ആയിട്ട് അവരുടെ ഗ്രാജുവേഷന് വേണ്ടിയിട്ട് അവർ പോവാണ്. ബാക്കിൽ ഹെഡ് ബോയും ഹെഡ് ഗേളും ആണ് കേട്ടോ. അങ്ങനെ അവർ നടന്നു പോകുന്നു. അവരുടെ ബാക്കിൽ സ്കൂളിൻ്റെ അതോറിറ്റീസും പ്രിൻസിപ്പളും എല്ലാവരും ഉണ്ട്. അതിനുശേഷം വെൽക്കം ഡാൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ ഒന്നും വോയിസ് കേൾപ്പിക്കുന്നില്ല, ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു കേട്ടോ വോയിസ്. പക്ഷേ പാട്ടൊക്കെ നല്ല രസമാണ്. കുഞ്ഞുങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് ഡാൻസ് കളിച്ചു. അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുള്ള് കുഞ്ഞുങ്ങളായിരുന്നു ചെയ്തത് കേട്ടോ. കാരണം KGയുടെ ആയതുകൊണ്ട് KGയിലെ കുഞ്ഞുങ്ങളാണ് എല്ലാ കോമ്പയറിങ്ങും ചെയ്തത്. അവിടെ എന്താ പറഞ്ഞ വേറെ മെയിനായിട്ടുള്ള ആരും അവിടെ കയറി കോമ്പയറിങ്ങിന് നിന്നില്ല. കുഞ്ഞുങ്ങളാണ് ഇൻവൈറ്റ് ചെയ്ത് ഓരോരുത്തരെയും, ഗസ്റ്റിനെ ആവട്ടെ, എന്താ പറയുക, ഇനാഗുറേഷൻ എല്ലാത്തിനും കുഞ്ഞുങ്ങൾ എന്താ പറയുന്നത് അവർ നന്നായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട്, അതുപോലെ തന്നെ ഭയങ്കര എന്താ പറയുക നല്ല സന്തോഷകരമായി നല്ല ഭംഗിയായിട്ട് അവർ കോമ്പയർ ചെയ്തു. അതിനുശേഷം നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രെയറൊക്കെ പാടി. അത് ഞാൻ എല്ലാ വീഡിയോയും ചെറുതായിട്ടേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഹെഡ് ഗേള് ശ്രീനിക നാട്ടോ ഈ മോടെ പേര്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മോളെ, മിടിക്കുകയാണ്. അതിനുശേഷം അവിടുത്തെ അച്ഛനാണ് പ്രസിഡൻഷ്യൽ അഡ്രസ്സ് ചെയ്തത്. അതിനുശേഷം കുഞ്ഞുങ്ങൾ പിന്നെയും കോമ്പയറിങ്, അതിനുശേഷം ഇനാഗുറേഷൻ. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരുവിധം ജോഷുവ ഒന്ന് കണ്ടുപിടിച്ച്, ജോഷുവിനെ കണ്ടതിൻ്റെ സന്തോഷത്തിൽ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് കാണിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞ് ഫ്രണ്ടിലോട്ട് കിടക്കുന്ന മുടിയൊക്കെ ഇങ്ങനെ ഒതുക്കാൻ പറഞ്ഞ് അങ്ങനെ മുടിയൊക്കെ ഒതുക്കി വെച്ചാൽ അത് എപ്പോഴും ഇങ്ങനെ ഫ്രണ്ടിലോട്ട് കിടക്കത്തുള്ളൂ ആ മുടി കേട്ടോ, എത്ര ഒതുക്കി വെച്ചാലും. അപ്പോൾ എൻ്റെ അമ്മ തോണ്ടേന്നും പറഞ്ഞ് എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. അപ്പം അതിനുശേഷം അവർ ഇനി അവരുടെ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടാണ് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഓരോ കാര്യങ്ങളും ടീച്ചേഴ്സ് ചെയ്യിപ്പിക്കുന്നത്. സത്യം പറഞ്ഞാൽ ടീച്ചേഴ്സിന് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. കാരണം നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ പ്രായത്തിലെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പ്രായത്തിൽ അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനോ അടങ്ങി നിൽക്കത്തൊന്നുമില്ല അവർ. എനിക്കറിയാം എൻ്റെ ജോഷുവിൻ്റെ അടുത്ത് അടങ്ങിയിരിക്കത്തില്ല. പക്ഷേ ടീച്ചേഴ്സ് അവരെ ഭയങ്കര ശ്രദ്ധിച്ച് കെയർ ചെയ്ത് നല്ല ഡിസിപ്ലിൻഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും അതിൻ്റെതായ രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ടീച്ചേഴ്സൊക്കെ നല്ല ഭംഗിയുള്ള സാരിയൊക്കെ എടുത്ത് സുന്ദരി കുട്ടികളൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. Orchid, our bright little graduates who learned, played and grew beautifully under the guidance of their mother teacher, Miss Betsy Shibu. The following students will now receive their graduation certificates. Aradhya S. Pillai, Aravan
is Adav Sharan, HGL is Anish. അപ്പോൾ ജോഷുമോൻ്റെ ഡിവിഷൻ ഓർക്കിഡാണ് കേട്ടോ. അപ്പോൾ ഓർക്കിഡിലെ കുഞ്ഞുങ്ങളുടെ ഇതാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് ഇപ്പം കയറിയിരിക്കുന്ന ജോഷുവാണ് കേട്ടോ. അപ്പോൾ ഓടിപ്പിടിച്ച് കയറുന്ന ജോഷുമോനാണ്. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് 1 by 1 ആയിട്ട് ഓരോരുത്തരായിട്ട് ആ മൂന്നാമത് ഇറങ്ങുന്ന സർട്ടിഫിക്കറ്റ് നോക്കിക്കൊണ്ടിറങ്ങുന്ന ആളാണ് കേട്ടോ എൻ്റെ പുത്രൻ. നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അവൻ എന്നെ കാണുന്നത് കൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുകയാണ്, അമ്മ വീഡിയോ എടുക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പം അതെല്ലാം കഴിഞ്ഞ് സീറ്റിലോട്ട് വന്നിരുന്നപ്പോഴത്തേക്ക് പിന്നെ അങ്ങ് ആവേശമാണ്. കാരണം കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക ഡ്രസ്സൊക്കെ ഇട്ട് ഒരു സർട്ടിഫിക്കറ്റൊക്കെ ഇങ്ങനെ സ്റ്റേജിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അവർക്ക് വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് ആണല്ലോ. ആ ഒരു സന്തോഷം ഓരോ കുഞ്ഞുങ്ങളുടെ മുഖത്ത് കാണാൻ കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര ഒരു നല്ല കാര്യമാണ് സ്കൂളിൽ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കുഞ്ഞുങ്ങളുടെ ഒരു ലൈഫിൽ ഏറ്റവും നല്ലൊരു മൊമെൻ്റ് ആണല്ലോ. അതിനുശേഷം പിന്നെ ഈ കുറേ പ്രോഗ്രാമുകളുണ്ടായിരുന്നു, കുഞ്ഞു പിള്ളേരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ. നല്ല രസമാണ് കേട്ടോ. ഞാൻ ആലോചിക്കുന്നത് എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഇവർ ഈ ഡാൻസ് കളിക്കുന്നത്. ഈ കുഞ്ഞ് എന്താ പറഞ്ഞ പ്രായത്തിൽ അവർ ഓരോ കാര്യങ്ങൾ ഓർത്ത് വെച്ച് എല്ലാം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഭയങ്കര ബ്രില്യൻസ് ആണല്ലേ. നമ്മളെ കൊണ്ടൊക്കെ എത്രയും പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ആ പ്രായത്തിൽ നമ്മളതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്തോ കുഞ്ഞുങ്ങൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോഷുമോൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇതിങ്ങനെ എടുത്ത് കാണിച്ച് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പം നമ്മുടെ ദിലീപും കുഞ്ചാക്കോ ബോബനോടൊരു സിനിമ ഉണ്ടല്ലോ, നല്ല ഹിറ്റായിട്ടുള്ള ഒരു സിനിമ ഉണ്ടല്ലോ. ആ സിനിമയ്ക്കകത്ത് എനിക്കൊരുവൻ കിഴക്കുതിച്ച് ആ പാടുണ്ടല്ലോ, അതിൻ്റെ ഡാൻസാണ് കേട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രോഗ്രാമൊക്കെ ഏകദേശം അവസാനിച്ച് ഇനി ഓരോ ബാച്ചുകളായിട്ട് ഇവർ പോയി ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പോവാണ് കേട്ടോ, ക്ലാസ് ഫോട്ടോ. അപ്പം വന്നിരിക്കുന്ന ഗസ്റ്റിൻ്റെ കൂടെ അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ അവരുടെ ക്ലാസ് ടീച്ചറിൻ്റെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ പോവാണ് കേട്ടോ. ജോഷുമോൻ എനിക്കങ്ങ് ടാറ്റ തന്നിട്ട് മതിയാവുന്നില്ല, അതുപോലെ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ എന്തൊക്കെയോ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ റെഡിയായിട്ട് ഓരോരുത്തരായിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ ക്ലാസ്സിലെത്തി കേട്ടോ. എന്നിട്ട് ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഞാൻ വിചാരിച്ച ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിക്കാമെന്നവനെ. എന്തായിരുന്നു പരിപാടി? ഗ്രാജുവേഷൻ ആയിരുന്നു. ഇഷ്ടപ്പെട്ടോ? എന്തോ ഒരു പരിപാടി സൂപ്പറായിരുന്നോ? ഇഷ്ടപ്പെട്ടോ? നോക്കട്ടെ സർട്ടിഫിക്കറ്റ് നോക്കട്ടെ. വാ, ഇത് എന്തു ഇതിനകത്ത് എഴുതിയേക്കുന്നേ? ആണോ? ഓക്കെ. ഗ്രാജുവേഷനൊക്കെ ജോഷുമോൻ്റെ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവാണ്. ബൈ പോവാണോ? ഇങ്ങനെ ഉണ്ടായിരുന്നു പരിപാടിയൊക്കെ? സൂപ്പറായിരുന്നോ? ഇഷ്ടപ്പെട്ടോ? അടിപൊളിയായിരുന്നോ? സർട്ടിഫിക്കറ്റ് വലിയ കൊച്ചായി, 1ാം ക്ലാസ്സിൽ ബിഗ് ബോയ് ആയി കേട്ടോ. ബൈ 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 ഗൈസ്. പിന്നെ ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ. അവൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത നല്ലൊരു മൊമെൻ്റ് ആണല്ലോ. അപ്പോൾ അവന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. ഏതാണ് ആ മുഖത്ത് കാണുന്നത്, എവിടെയൊക്കെ വെച്ച് എന്തൊക്കെ തരം ഫോട്ടോ എടുത്തെന്ന് എനിക്കറിയത്തില്ല. പിന്നെ വീട്ടിൽ വന്ന് കുഞ്ഞിപ്പെണ്ണയും കാണിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.